വൈക്കം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം. ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. തത്സമയം CPM തുടരണോ, ജമാഅത്ത് വരണോ, അല്ലെങ്കിൽ NDA വന്ന് നല്ല ഭരണം കൊണ്ടുവരണോ, ഇത് തീരുമാനിക്കേണ്ട ഒരു കൃത്യമായ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇത് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. NDA ഈ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റ് ജയിക്കാനോ 2 സീറ്റ് ജയിക്കാനോ 3 സീറ്റ് ജയിക്കാനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. മാർച്ച് 2025 എനിക്ക് ഈ ചുമതല കിട്ടിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞ സംസ്ഥാന കൌൺസിൽ അംഗത്തിന് മുമ്പ് പറഞ്ഞു, എനിക്ക് കിട്ടിയ ദൌത്യം, എനിക്ക് തന്ന ദൌത്യം, ഞങ്ങൾ പ്രധാനമന്ത്രി തന്ന ദൌത്യം മാറ്റം കൊണ്ടുവരാനാണ്. മാറ്റം കൊണ്ടുവരണമെങ്കിൽ NDA ഭരിക്കണം. NDA ഭരിച്ചിട്ട് മാത്രമേ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങിപ്പോവുള്ളൂ. അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നു. അപ്പൊ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. NDA ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് വികസിത കേരളം സൃഷ്ടിക്കാനും ഈ നാടിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരാനും ജനങ്ങൾക്ക് വേണ്ടി വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ദൌത്യം. പിന്നെ മഹേഷ് പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. മാറി മാറി ഭരിച്ച LDFും UDFും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. മാത്രമല്ല, അവർ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. വഞ്ചിച്ചത് ഒരു തവണയോ 2 തവണയല്ല, എത്രയോ തവണ. എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊണ്ടാണ് വോട്ട് നേടിയത്. മറുവശത്ത് കോൺഗ്രസ് 10 കൊല്ലം സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചു. ഇവിടുന്ന് 8 മന്ത്രിമാരായിരുന്നു, കേരളത്തിന് 8 മന്ത്രിമാരായിരുന്നു ഡൽഹിയിൽ. നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒരു ചുക്കും ചെയ്തില്ല. പിന്നെ അവിടെ എന്തായിരുന്നു അവൾ ചെയ്തത്? 10 കൊല്ലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി, CPMന്റെ പിന്തുണയോട് ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഭീകരമായ അഴിമതി മാത്രം ചെയ്ത് നാടിനെ നശിപ്പിച്ചു, ഇന്ത്യ നാടിനെ നശിപ്പിച്ചു. മറക്കരുത്, എലക്ഷൻ തെരഞ്ഞെടുപ്പ് ഒരു വാഗ്ദാനം കൊടുക്കാനോ ഒരു ഇവന്റ് മാനേജ്മെന്റിന് സമയമല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ, അതാണ് ജനാധിപത്യ സംവിധാനത്തിൽ. അത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് തരുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയും LDFും എത്രയോ തവണ ജനങ്ങളുടെ വിശ്വാസം നേടി ഭരിച്ചിട്ടുണ്ട്. ഇന്ന് നാടിന്റെ സ്ഥിതി എന്താണ്? ഈ വൈക്കം നാട്, നമ്മൾ 100 ശതാബ്ദി 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച നാടാണത്. 70 കൊല്ലായി കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട്. ഇന്നും ഈ നാട്ടിൽ 70 കൊല്ലം മുമ്പ് ഉള്ള പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ടിരിക്കുന്നു. ഈ കേരള മോഡൽ എന്ന് പറഞ്ഞ CPM ഇന്നും 55% വീട്ടിൽ മാത്രമേ കുടിവെള്ളമുള്ളൂ. എന്നിട്ട് പറയുന്നു തുടരാം. എന്താണ് തുടരേണ്ടത്? ശബരിമല കൊള്ളയോ, അഴിമതിയോ, ജനങ്ങളിങ്ങനെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയോ? എന്താണ് തുടരെന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ പറയുന്നത് മതിയായി. മതിയായി MLA, മതിയായി രാഷ്ട്രീയം, മാറ്റം തുടങ്ങാമെന്ന് ജനങ്ങൾ പറയുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ BJP NDA തയ്യാറാണ്. കാരണം ഇതുപോലെ തന്നെ 2014 നരേന്ദ്രമോദിജിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു അവസരം കൊടുത്തു മാറ്റം കൊണ്ടുവരാൻ. കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ആ ഒരു കുതിച്ച ചാട്ടം, ഇന്ത്യക്ക് മാറ്റം എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ഇന്ത്യന്റെ സ്ഥിതി 2014 മുമ്പ്? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി, എവിടെ നോക്കിയാലും കുറ്റകരമായ അനാസ്ഥ. നരേന്ദ്രമോദിജി വന്നു, BJP NDA സർക്കാർ വന്നു, അതെല്ലാം മാറ്റി.
12 കൊല്ലം അഴിമതിയില്ലാത്തൊരു സർക്കാർ നടത്തിയത് നരേന്ദ്രമോദിജി BJP ഇന്ത്യ സർക്കാരാണ്. ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ത്യന്റെ. ഇന്ന് 4ാം നമ്പറിന്റെ ഇക്കോണമി ആക്കി മാറ്റി. അതുപോലെ തന്നെ ജനങ്ങളൊരു അവസരം തന്നാൽ, വൈക്കത്തിന്റെ ജനങ്ങളൊരു അവസരം തരണം, കേരളത്തിന് ജനങ്ങളൊരു അവസരം തരണം. ഈ നാടിനെല്ലാം നമ്മൾ മാറ്റണം, ദിശയും ദശയും മാറ്റണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, തൊഴിലവസരങ്ങൾ കിട്ടണം, ബേസിക്കായ കാര്യങ്ങൾ, കുടിവെള്ളം. ഞാൻ എന്റെ അടുത്ത് ഇപ്പോ വൈക്കം കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, എന്റെ റിസർച്ച് ടീമിനോട് ചോദിച്ചു, എന്തെല്ലാമാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയുമാണ്, CPI ഭരിക്കുന്ന ഒരു MLA ആണ്, എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. മൊട്ട 0, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇത് ഒരു നല്ല ഉദാഹരണമാണ്. 27 സംസ്ഥാനത്തിൽ 8 യൂണിയൻ ടെറിട്ടറീസിലും 2 പേരും ഒരു മുന്നണിയുടെ ഭാഗമാണ്, CPM-ഉം കോൺഗ്രസും. ആ മുന്നണിയുടെ പേരാണ് ഇന്ത്യ അലയൻസ്. 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസ്. ഇവിടെ മാത്രം ഒരു നാടകം. അതിന്റെ ഒരു പുതിയ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഭരതനാട്യം കേട്ടിട്ടുണ്ടല്ലോ, ഇവര് ചെയ്യുന്നത് ഭരണനാട്യമാണ്. ഭരണത്തിന് വേണ്ടി ഒരു നാട്യം. ഈ CPM-ഉം കോൺഗ്രസ് 2 അല്ല, ഒന്നാണ് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിന് മാറ്റണം. വികസിത കേരളം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസിത വൈക്കം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP ഇന്ത്യന്റെ MLA വന്നാൽ മാത്രമേ ഇവിടെ വികസനം വരുള്ളൂ. ഇത് ഞാൻ 100% ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. വൈക്കം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ BJP പ്രതിഷേധം. വൈക്കം ബോട്ടുജെട്ടി ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.